നമസ്കാരം. ക്ലോസ് ആൻഡ് കൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. ഗവൺമെൻറ് ചീഫ് വിപ്പ് PC ജോർജാണ് ക്ലോസ് ആൻഡ് കൗണ്ടറിൽ ഈ ആഴ്ച. ഗവൺമെൻറ് ചീഫ് വിപ്പാണോ മുൻ ചീഫ് വിപ്പാണോ? ഗവൺമെൻറ് ചീഫ് വിപ്പാണ് ഇപ്പോൾ. PC ജോർജ് MLA എന്ന് പറഞ്ഞു. എനിക്കതാ ഇഷ്ടം. കുഴപ്പമില്ല. PC ജോർജ് കെ മാണി 8 MLA-മാരുള്ള പാർട്ടിയുടെ നേതാവാണ്. കെ മാണി ഉമ്മൻചാണ്ടിയോട് പോയി PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഇപ്പോഴും താങ്കൾ ചീഫ് വിപ്പാണെന്ന് പറയുന്നത് താങ്കളുടെ അഹങ്കാരം കൊണ്ടാണോ? അല്ല, എൻ്റെ മര്യാദ ഉണ്ട്. അങ്ങനെ ഞാൻ ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയല്ലേ പാർലമെൻ്ററി പാർട്ടി. എന്നോട് ചോദിച്ചിട്ട് വേണ്ടേ അദ്ദേഹം പോയി അങ്ങനെ പറയാൻ? ഞാൻ എന്ത് തെറ്റിയെന്ന് എന്നെ ബോധ്യപ്പെടുത്തണം. അത് കഴിഞ്ഞ് എന്തിനാണ് ഇങ്ങനെ കത്തുമായിട്ട് നടക്കുന്നത്? ഒരാഴ്ചക്ക് മുമ്പാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നടന്നത്. ഇന്നലെ പെട്ടെന്ന് പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കാൻ എന്ത് സംഭവിച്ചു ഈ നാട്ടിൽ? അതാ ഞാനും ചോദിക്കുന്നത്. നികേഷ് പറ, എന്ത് സംഭവിച്ചു? അല്ല, എന്നോട് പറയണ്ടേ. ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ എത്ര പേർ പങ്കെടുത്തിരുന്നു? താങ്കൾ എന്തായാലും ഒരു കാര്യം എനിക്കറിയാം, ഞാൻ പങ്കെടുത്തില്ല. ഏതായാലും PJ ജോസഫ് അദ്ദേഹം വർക്കിംഗ് ചെയ്യണം. അദ്ദേഹം പങ്കെടുത്തില്ലെന്ന് എനിക്കറിയാം. കാരണം ഞാൻ വിളിച്ചു, അദ്ദേഹം കിടന്ന് ഉറങ്ങുക. അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. പങ്കെടുത്തതിൽ ഞാൻ പേഴ്സണലായിട്ട് സംസാരിച്ചു മനസ്സിലായി. പങ്കെടുത്തതിൽ 2 MLA-മാർ, വളരെ ഉത്തരവാദിത്തോട് പറഞ്ഞു, 2 MLA-മാർ ഇത് പക്വതയുള്ള തീരുമാനമല്ല, ഈ തീരുമാനത്തിലേക്ക് പോകുന്നത് പാർട്ടി ഗുണകരമല്ല. PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്നും UDF-ന്റെ ഉന്നതാധികാര സമിതിയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള ആവശ്യം കെ മാണി മുന്നോട്ട് വെച്ചപ്പോൾ 2 MLA-മാർ അതിനെ എതിർത്തു എന്നാണോ താങ്കൾ പറയുന്നത്? എതിർക്കുക മാത്രമല്ല, ചെയ്യരുത് മാണി സാർ എന്ന് റിക്വസ്റ്റ് ചെയ്തു. അതാരൊക്കെയാണ്? ഞാൻ പേര് പറയുന്നത് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? പാർലമെന്ററി പാർട്ടിയിൽ വേണമെങ്കിൽ ഞാനിപ്പോ ഒരു ഫോൺ വിളിച്ചെടുക്കാലോ. അത് എടുക്കാം. ഞാൻ പറഞ്ഞറിയണ്ട. നികേഷ് ഫോൺ വിളിച്ചാൽ കിട്ടും. PJ ജോസഫ് യോഗത്തിൽ പങ്കെടുക്കാത്തതും അദ്ദേഹം പ്രതിഷേധിച്ചിട്ടാണോ? അല്ല, അദ്ദേഹത്തിന് ഇതിനോട് എല്ലാം മനപ്രയാസം ഉണ്ടല്ലോ. പല കാര്യങ്ങളും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടല്ലോ. നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടോ ഇപ്പോൾ? ഞാൻ സംസാരിക്കാറുണ്ട്. എന്താ സംശയം? എന്താണ് മനപ്രയാസം പറയുന്നത്? അദ്ദേഹത്തിന് നമ്മുടെ പോക്കിൽ പാർട്ടിയുടെ പ്രവർത്തനത്തിലൊക്കെ നമ്മുടെ പോക്കിൽ എന്ന് പറയല്ലേ? ഞാൻ പറയാം, PC ജോർജ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലില്ല. ഞാൻ കേരള കോൺഗ്രസ്സുകാരന്. മാണി സാർ ഇത്തവണ ജയിക്കാൻ വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തത് അദ്ദേഹത്തിന് അറിയാമല്ലോ. ഒരു 3ാമത്തെ മന്ത്രിസ്ഥാനം എന്ന വിഷയം വന്നപ്പോൾ പക്ഷേ മാണി ചതിച്ചു. അദ്ദേഹത്തിന് ആഗ്രഹം ധനകാര്യമാണ്, അത് കിട്ടി. പിന്നെ PJ ജോസഫിനെ ആദ്യം ചർച്ച ചെയ്ത് തീരുമാനിച്ച ട്രാൻസ്പോർട്ടും സ്പോർട്സുമായിരുന്നു വകുപ്പുകൾ. പക്ഷേ ദീപാനുഗ്രഹം കൊണ്ട് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും കൂടി അത് ഇറിഗേഷനാക്കി. ഇല്ലെങ്കിൽ അദ്ദേഹം ആ വകുപ്പ് ഏറ്റെടുക്കലായിരുന്നു PJ ജോസഫ്. അതൊന്നും ഞാൻ പുറത്ത് പറയാത്ത, അതൊക്കെ എനിക്കറിയാം. അത് PJക്ക് തന്നെ അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കുണ്ടായ വികാരം ഞാനത് പുറത്ത് പറയാൻ മനസ്സിൽ വേദനിച്ച സംഭവമാണ്. പിറ്റേ ദിവസം ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി 9 പേരുണ്ട് ഞങ്ങൾ. അവിടെ വെച്ച് മാണി സാർ വളരെ വാശിയോട് ആവശ്യപ്പെടാൻ നമ്മുടെ പാർട്ടിക്ക് 3 മന്ത്രിസ്ഥാനം കിട്ടും. ഞാൻ അന്തിച്ചു പോയി. തലേ ദിവസം 2 പുള്ളി എഗ്രീതിച്ച് വന്നേച്ചാൽ ഈ 3 പറയുന്നേ. ഞാനോർത്ത് എന്തൊരു ഇത് മര്യാദ ഇത്. ഞാൻ അവിടെ വെച്ച് മിണ്ടാവും. ഞാൻ എന്തിനാന്ന് ചോദിച്ചാൽ അവിടെ എല്ലാവരും അറിയല്ലേ. മോശമല്ല, മാണി സാർ മോശമല്ല. ഞാൻ മിണ്ടിയില്ല. തീരുമാനം കഴിഞ്ഞ് ഇറങ്ങി. അന്ന് അവിടെ വെച്ച് തീരുമാനിച്ചു. 1 മാണി സാർ മന്ത്രി, 2 PJ ജോസഫ്, 3ാമത്തെ PC എന്ന് പറഞ്ഞില്ല, അതും കൂടെ പറഞ്ഞേക്കാം. 3ാമത്തത് PC എന്ന് അവിടെ ഇരുന്ന് എല്ലാവരും ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തീരുമാനം. അർത്ഥം മനസ്സിലായല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി 3ാം മന്ത്രിസ്ഥാനം എനിക്ക് വേണ്ടി ചോദിച്ച് വഴക്കാം. പക്ഷേ തീരുമാനം എന്നാ 2 ഒരു പത്രവാർത്ത സൃഷ്ടിച്ച് ഞാൻ നാറാൻ പോവുക. ഞാൻ അപ്പം മാണിസാറിന് അവിടുത്തെ കുളിമുറിയുണ്ട്, അതിനകത്ത് കയറി. എന്നാ ചോറയെ മാണിസാറിൻ്റെ കെട്ടിപ്പിടുത്ത സ്നേഹം കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട്. ഇങ്ങനെയാണല്ലോ ഇന്നലെ എനിക്കിട്ട് ഇത് ചെയ്തത്, മനസ്സിലാക്കണം. പക്ഷെ ഞാനൊന്നുമില്ല, അഭിനയിച്ചില്ല. ഞാൻ വളരെ സ്നേഹം മാണിസാറെ 2 മന്ത്രിസ്ഥാനം ചോദിച്ചാൽ മതി. അതെന്താ നീ അങ്ങനെ പറഞ്ഞു? എൻ്റെ തീരുമാനമാണ്. മാണിസാറിനെ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ 2 മന്ത്രിസ്ഥാനം 3ാമത് ചോദിച്ച് അതൊരു വാർത്തയാക്കുകയും ഈ മുന്നണി തന്നെ മോശമാവില്ലേ? ഒന്നാമത് 2 സീറ്റിൻ്റെ ഭൂരിപക്ഷം ഒരു ഗവൺമെൻറ് ഉണ്ടാകാൻ പോവുക. ആ ഗവൺമെൻറ് നമ്മളൊരു മന്ത്രിസ്ഥാനം ചോദിച്ചാൽ തരാതിരിക്കാൻ അവർക്ക് പറ്റില്ല. അത് നമുക്ക് ചോദിച്ച് വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആരാണ് ഇറങ്ങുന്നത്? ഞാൻ പേഴ്സണലായിട്ട് തന്നെ കേരള കോൺഗ്രസ് മാറും, മുന്നണിക്ക് അന്തസ് കേടാവും. അതുകൊണ്ട് യാതൊരു പക്ഷേ അത് ആത്മാർത്ഥതയോടുകൂടിയാണ് കെ മാണി അങ്ങനെ ചോദിക്കണമെന്നൊരാഗ്രഹം പാർട്ടി കമ്മിറ്റിയിൽ മുന്നോട്ട് വെച്ചതെങ്കിലോ? തലേ ദിവസം വേണ്ട 3 തരാമെന്ന് കുഞ്ഞാലിക്കുട്ടി മാണി സാറും അല്ല ഉമ്മൻചാണ്ടി സമ്മതിച്ചിട്ട് 2 മന്ത്രി ഡെപ്യൂട്ടി സ്പീക്കർ മതിയെന്ന് പറഞ്ഞ KM മാണി എങ്ങനെ ഇവിടെ വന്ന് ആത്മാർത്ഥമായിട്ട് 3 എന്ന് പറയുന്നത്? കളിപ്പീര് പാർട്ടിയിലിരിക്കുന്ന പാവങ്ങളെല്ലാം വഞ്ചിക്കുന്ന പരിപാടിയല്ല. ഇങ്ങനെ എന്നാ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, 2 മന്ത്രിസ്ഥാനം മതി സാറേ. പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ എനിക്ക് വേണ്ട. അപ്പോഴെങ്കിലും കേൾക്ക് മനസ്സിലാകേണ്ട ഇത് ഞാൻ മനസ്സിലാക്കിയിരുന്നു. പുള്ളിക്ക് ഒന്നും പിടി കിട്ടിയില്ല. പ്രായത്തിലായതുകൊണ്ടാണ് മനസ്സിലാകാതെ പോയത്. പിന്നെ എന്താ വേണ്ടേ? ഞാൻ സ്പീക്കറാണ് വേണം, അത് തരികയില്ല കോൺഗ്രസ്, എനിക്കറിയാം. പിന്നെ ഒന്ന് ചോദിച്ചേക്കുക എന്ന് ഞാൻ അങ്ങനെ അവിടെ നിന്ന് പിരിഞ്ഞു.
ഇവിടെ നിന്ന് ചർച്ച ഒരിക്കലും ഒരു ചർച്ചയും തർക്കവും ഉണ്ടായിട്ടില്ല. താങ്കളെ ആ സമയത്തൊന്ന് വിടക്കാക്കി എടുക്കുക, കോൺഗ്രസിന്റെ കണ്ണിൽ കരടാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു കെ എം മാണിയുടെ ആ ഘട്ടത്തിലെ ആവശ്യം എന്ന് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. അത്രേ ഉള്ളൂ. ഇതിപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിച്ചതാണ്. 8 MLA-മാരുടെ പിന്തുണയോടുകൂടിയാണ് ഉമ്മൻചാണ്ടിയുടെ അടുത്തൊരു കടലാസ് കൊണ്ട് കൊടുക്കുന്നത് കെ എം മാണി. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം താങ്കൾ എന്ന ഒറ്റയാനേക്കാൾ കൂടുതൽ ആ 8 MLA-മാരെയാണ് വകവെക്കേണ്ടത്. എന്തുകൊണ്ട് ഇപ്പോഴും താങ്കൾ ചീഫ് വിപ്പായി തുടരുന്നു എന്നെ സംബന്ധിച്ചൊരു ഉത്തരം ലഭ്യമല്ല ഇതുവരെ. ഞാൻ പറഞ്ഞാൽ മാണി സാർ ഫോണിൽ വിളിച്ചാൽ ഞാൻ രാജി കൊണ്ട് കൊടുത്തേക്കാൻ പുള്ളി എന്തിനാ ഈ ഉമ്മൻചാണ്ടി എടുത്ത് വഴക്കുണ്ടാക്കുന്നത്? താങ്കൾ രാജിവെക്കോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിനെ നിലനിർത്താൻ ഏത് നാറിയ പണിയും ഞാൻ ചെയ്യും എന്ന് തുറന്നു പറഞ്ഞ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം താങ്കളെക്കാൾ വലിയവൻ കെ എം മാണി. എന്തുകൊണ്ട് കെ എം മാണിയെ അദ്ദേഹം കേൾക്കുന്നില്ല? ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ എല്ലാ സ്നേഹത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഉമ്മൻചാണ്ടിക്ക് വരെ ഉമ്മൻചാണ്ടിയുള്ള ആദ്യം പഠിച്ചു നികേഷ്. കെ കരുണാകരനെ പാര വെച്ച് പുറത്താക്കിയ വേന്ദ്രനാണല്ലോ ഉമ്മൻചാണ്ടി. ഞാനല്ലേ പറഞ്ഞത്. ഇത് ഞാൻ അങ്ങോട്ട് കയറി എന്തെങ്കിലും അവിടെ ഇതുവരെയും പറഞ്ഞിട്ടില്ല. കെ എം മാണി എന്നോട് ആവശ്യപ്പെട്ട കാര്യം ഞാൻ പരസ്യമായി പറഞ്ഞുള്ളൂ. ഈ രാജി ആര് പറഞ്ഞെന്ന് നികേഷിന് അറിയാവും. മാണി സാർ എന്നെ വിളിച്ച് പറഞ്ഞ ജോറയെ നമുക്ക് രാജിവെക്കാം. ഞാൻ പറഞ്ഞു വളരെ നേരത്തെ. ആ സ്ക്രിപ്റ്റ് എന്താണ്? ഒരു ദിവസം വിളിച്ചു, ഞാൻ മാണി സാറിൻ്റെ വീട്ടിൽ ചെന്നു. ഇവിടെ തിരുവനന്തപുരത്ത് വീട്ടിൽ തന്നെ. മാണി സാർ സംസാരിച്ച് ജോറയെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം. ഞാൻ മാണി സാറെ നമ്മൾ മാറി നശിച്ചല്ലോ, എങ്ങനെ രക്ഷപ്പെടും? എനിക്ക് വലിയ മനപ്രയാസത്തിലാണെന്ന് പുള്ളിക്ക് മനസ്സിലായി. നമുക്ക് നേരിട്ടേ പറ്റൂ എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി എന്നോട് പറഞ്ഞു, നമുക്ക് എല്ലാവരും കൂടെ രാജിവെച്ചാലോ? മാണി, ജോസഫ്, ജോർജ്. ഞാൻ ഒരു മടിയില്ല, ഞാൻ തയ്യാറാണ്. പക്ഷേ ഔസേപ്പച്ചനോടൊന്ന് ജോറയെ പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറയാം. എനിക്ക് അങ്ങനെ ഒരു കുരുട്ടുബുദ്ധി അന്നേരം തോന്നിയില്ല. ഞാൻ PJ പോയി കണ്ടു. സാറേ നമുക്കൊന്ന് രാജിവെച്ചാലോ എന്ന് ചോദിച്ചു. പുള്ളി ചിരിച്ചു. പുള്ളി എന്ന് പറയാം, ആൻരാജി ജീവിച്ചിരിപ്പോഴോ ചോദിച്ചു. ഞങ്ങൾ ആൻരാജിയോട് ഞാൻ പങ്കുവച്ച കാര്യം അത്. അപ്പോൾ ആൻരാജി പറഞ്ഞപ്പോൾ അതിൻ്റെ ആ PJയുടെ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായത്. കാരണം എന്ത് ന്യായം പുള്ളി രാജിവെക്കുന്നതിന്? ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചു. പുള്ളി കാരണം 3 പേരും കൂടെ രാജിവെക്കേണ്ട കാര്യം എന്താ? UDF വിടാനാണെങ്കിൽ പിന്നെ 3 രാജിവെച്ച് ഭീഷണി അർത്ഥമുണ്ട്. ഞാൻ തിരിച്ചു വന്ന് മനസ്സിലാക്കി പറഞ്ഞു, PJ രാജിക്ക് അത്ര സന്നദ്ധനല്ലല്ലോ, ആ ഗതിയിലാണ്. കാരണം പുള്ളിയുടെ ന്യായമുണ്ട്. പുള്ളി രാജിവെക്കുന്നാൽ അപ്പം ആരോപണ വിധേയനായ മാണി സാറിൻ്റെ കൂടത്തിൽ പുള്ളി ആരോപണ വിധേയനായെന്നല്ലേ രാജിക്ക് അർത്ഥം വരുന്നത്. അതാണ് പുള്ളിയുടെ പ്രശ്നം. ന്യായമാണ് പുള്ളി പറഞ്ഞത്. അപ്പം ഞാൻ മനസ്സിലാക്കി നമ്മൾ UDF പോകാനാണോ ഉദ്ദേശിക്കുന്നത്? LDF-ൽ പോകാനാണോ? അല്ല UDF പോകാൻ തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ. LDF ഉദ്ദേശം ഇല്ലല്ലോ, ഇല്ല. ആ നിലയ്ക്ക് PJ അവിടെ മന്ത്രിയായിട്ട് ഇരുന്നോട്ടെ, നമുക്ക് നല്ലതല്ലേ അത്. മാണി സാറിൻ്റെ വകുപ്പെടുത്ത് പുള്ളിടി കൊടുക്കാൻ പാടില്ലേ? 1 മാസത്തിന് മുമ്പ് മാണി സാർ തിരിച്ചു സത്യപ്രതിജ്ഞ ചെയ്യാം. അപ്പോൾ പുള്ളി മാണി സാർ എന്തിനാണ് പേടിക്കുന്നു? അല്ല, അതെന്തുകൊണ്ട് കൺവിൻസിങ് ആയില്ല കെ എം മാണിക്ക്? എനിക്ക് കേട്ടോ മാണി സാറിനോട്, ശരി പറയാം, അത് തന്നെ ബുദ്ധി, നമുക്ക് ചെയ്യാം. അപ്പോൾ നീ എൻ്റെ കൂട്ടത്തിലുണ്ടോ? ഞാനുണ്ട്, ചത്താലും ഞാനും രാജിവെക്കുക, നമുക്ക് പിന്നെ കിട്ടിയാൽ കിട്ടിയില്ല, കിട്ടിയില്ല, അതായത് ശരിയെന്ന് പറഞ്ഞു. ശരി രാജിവെക്കാൻ ചോറേ എന്ന് പറഞ്ഞ് ഞാൻ കൈ കൊടുത്ത് പിരിയുന്നു. പക്ഷേ എനിക്ക് ചിരി വരുന്നത്, ഞാൻ അതായി ജനങ്ങളോട് പറയുന്നത്. കാരണം ഞങ്ങൾ ആ തീരുമാനം എടുത്ത് മനസ്സിൽ വെച്ചിരിക്കുകയല്ലേ. പക്ഷേ പുള്ളി ജനങ്ങളോട് പറയുന്നത് PC പറയും മാണി സാർ എന്നെ രാജിവെപ്പിക്കാൻ നടന്നു എന്ന്. ദൈവശിക്ഷ കിട്ടും. കെ മാണിയെ ഇടക്ക് മുഖ്യമന്ത്രിയായി ഉയർത്തി കാണിച്ചിരുന്നല്ലോ PC ജോർജ് തന്നെ. അതെ. എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തിയിരുന്നല്ലോ, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? അതെന്താണ്? അത് മറന്ന ഒരു കാര്യമാണ്, ഞാൻ ഇനി പറയല. ആരൊക്കെ ആയിട്ടാണ് സംസാരിച്ചിരുന്നത് ആ കാലഘട്ടം? ഞാൻ പറയുന്നത് ശരിയല്ലോ. മാണി സാറിൻ്റെ വീട്ടിൽ വെച്ച് സംസാരിച്ചല്ലോ. മാണി സാറ് പലരുമായിട്ട് സംസാരിക്കാൻ ഡേറ്റ് ഫിക്സ് വെച്ച് മാണി സാർ മാറ്റി വെച്ചതല്ലേ. മാണി സാർ എന്നോട് തന്നെ എത്ര പ്രാവശ്യം ഇന്നയാൾ വിളി, അങ്ങനെ വിളി, ഇങ്ങോട്ട് വിളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇനി ഞാൻ പുറത്ത് പറഞ്ഞാൽ രാഷ്ട്രീയ വിശ്വാസ്യത നഷ്ടപ്പെടും എനിക്ക്. അതുകൊണ്ട് ഞാൻ പറയല. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ വിളിക്കാൻ താങ്കളെയാണ് നിയോഗിച്ചിരുന്നത്. എന്നെ മാത്രമല്ല, ഉണ്ണിയാടനുണ്ടായിരുന്നു. എന്തിനാണ് വിളിച്ചു വെക്കുന്നത്? ഉണ്ണിയാടനൊക്കെ ഇതിന് കപ്പാസിറ്റി ഉള്ള ആളാണോ? അല്ല, ഫോണിൽ സംസാരിക്കുക, നേതാക്കന്മാരെ CPM നേതാക്കന്മാരെ പോയി കാണുക, നേട്ടം വല്ലതും ഉണ്ടോ? മനസ്സിലായില്ലേ? മുഖ്യമന്ത്രി എന്നുള്ളത് ഇതെല്ലാം അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് നടക്കല്ലേ. എനിക്കിങ്ങനെ കള്ളം പറയാനൊന്നും പറ്റില്ല, എന്നോട് ക്ഷമിക്കണം. ഇപ്പം ഞാൻ ഒരു മാന്യത കാണിക്കുന്നു. ഇനി ആളുകൾ എന്ന് പറയുന്നത് ധാർമ്മിക മര്യാദകളാണ്, അതുകൊണ്ട് പറയുന്നില്ല. അല്ല, മുഖ്യമന്ത്രിയാകാനൊക്കെ കെ എം മാണിക്ക് പറ്റുമായിരുന്നു? അതോ നിങ്ങളുടെ ഒരു മോഹം മാത്രമായിരുന്നു? കേരള കോൺഗ്രസ്സുകാരനെ ഞങ്ങളുടെ മോഹമാണ് നികേഷ്. എന്താണെന്ന് ചോദിച്ചാൽ കേരള കോൺഗ്രസ് സംഭവമല്ലേ ഒന്ന് ചെയർമാൻ മുഖ്യമന്ത്രിയായ എന്നെ മോശം, ഭയങ്കര എന്താ അത് പറയുമ്പോഴേ പുള്ളിയുടെ മുഖത്തെ സന്തോഷവും ആഘോഷവും കാണേണ്ടതാണ്. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഈ തീരുമാനമൊക്കെ എടുത്ത് വളരെ വിശദമായി വളരെ സീരിയസ് ടോക്കിന് തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ
അദ്ദേഹത്തിൻ്റെ മകൻ ഇടപെട്ടു. എന്നിട്ട് പാർലമെൻറ്റ് ഇലക്ഷനിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UP അധികാരത്തിൽ വരും. അപ്പം സ്വതന്ത്ര ചുമതലയുള്ള വിചാരിച്ച ഏക ആളായിരിക്കും ഇന്ത്യയിൽ. കേട്ടോ കേട്ടോ രസമാണ്, ബാക്കിയുടെ ചിരി വരും. സഹമന്ത്രി സ്ഥാനം കിട്ടും. അപ്പം മകൻ സഹമന്ത്രിയായിട്ട് അവിടെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു 6 മാസത്തിനകം ഇവിടെ കേരളത്തിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഈ രമേശ് ചെന്നിത്തലയും പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടൊക്കെ ഗ്രൂപ്പും തർക്കമുണ്ട്. ആ തർക്കമുള്ളപ്പോൾ പല സ്റ്റേറ്റിലും ചെയ്തതുപോലെ. അതുകൊണ്ട് ഒരു വർഷത്തേന് അച്ഛനെ മുഖ്യമന്ത്രിയാക്കാമെന്നും രാഹുൽ ഗാന്ധി വാക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. മാണി സാർ അത് വിശ്വസിച്ചു. അതാണ് ഈ പ്രശ്നം മുഴുവൻ. അപ്പോൾ മാണി സാറ് ഇടയ്ക്ക് പറഞ്ഞല്ലോ, എന്തുകൊണ്ട് UDF തന്നെ എനിക്ക് മുഖ്യമന്ത്രിയായി കൂടാ എന്ന് മാണി സാറ് ചോദിക്കും. ഞാൻ പറഞ്ഞു UDF തന്നെ ഞങ്ങൾ മുഖ്യമന്ത്രി. കാരണം ഇതാണ് ചെറുക്കൻ പറഞ്ഞിരിക്കുകയല്ലേ, അത് വിശ്വസിച്ചിരിക്കുക. പിണറായി വിജയനുമായിട്ട് ചർച്ച നിശ്ചയിച്ചിരുന്നല്ലോ, അതെങ്ങനെയാണ് മാറിപ്പോയത്? എനിക്കറിയത്തില്ല. അത് പിണറായി വിജയനുമായിട്ട് ഞാൻ ഇതുവരെ സംസാരിച്ചു. മാണി നേരിട്ടുള്ള ചർച്ച മാറിപ്പോയത് എന്തുകൊണ്ടാണ്? എനിക്കറിയില്ല. അതൊക്കെ മാണി സാർ തന്നെ പറയട്ടെ. അങ്ങനെ ഒരു ചോദ്യം ഇരുന്നേ സത്യം പറയട്ടെ. ഞാനിതിലൊന്നും കക്ഷിയല്ല. മാണി അതിനകത്ത് നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു. പിന്നെ ഒരു ഘട്ടത്തിൽ മാണി അതിൽ നിന്ന് മാറിപ്പോകാൻ കാരണം എന്താണ്? മാണി ഇപ്പോൾ ഇതാ അല്ലാതെ UPയിൽ തന്നെ അധികാരത്തിൽ വന്നിട്ട് കേന്ദ്രത്തിൽ മകനും ഇവിടെ അച്ഛനും ആവും. മാണി നേരിട്ട് ആരുമായിട്ടാണ് ചർച്ച നിശ്ചയിച്ചത്? എനിക്കറിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് വളരെ സീരിയസ് ആയി ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു കാരണം വേണ്ടേ? അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമൊന്നുമല്ല, ചർച്ചകൾ നടക്കുമല്ലോ പല ഘട്ടത്തിലും. ചർച്ച നടന്നു എന്നുള്ള സത്യമാണ്. മാണി സാർ വളരെ ആത്മാർത്ഥമായിരുന്നുള്ള സത്യമാണ്. പക്ഷേ അത് തകർക്കാൻ കാരണം ഇതാണ്. ഈ പാർലമെന്ററി പാർട്ടി യോഗം പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ചേരാനും PC ജോർജിനെ പുറത്താക്കാനുമുള്ള അടിയന്തരമായിട്ടുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? അതാ എൻ്റെ ചോദ്യം. എങ്ങനെ ഉണ്ടായത് നികേഷിന് അറിയാമല്ലോ. എനിക്കറിയത്തില്ല. താങ്കൾ പറയുന്നത് കെ മാണിയും കെ മാണിയുടെ കുടുംബവുമാണ് അത് തീരുമാനിച്ച് നടപ്പാക്കിയത് എന്നാണ്. പക്ഷെ അതൊക്കെ പോട്ടെ, അതെനിക്ക് എന്താണ് അതൊക്കെ കാലം തെളിയിക്കട്ടെ എന്ന് ഞാനതിൽ അഭിപ്രായം പറയുന്നത്. അല്ല, കെ മാണിക്ക് ഇപ്പം എന്താണ് ഒന്നാന്തര ഈസ്റ്ററായത്, നോമ്പുകാലം. ക്രിസ്ത്യാനിക്ക് അറിയാവും. കത്തോലിക്കനെ സംബന്ധിച്ചോളം, ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ഇതാ, ഈ കടന്നു പോകുന്ന 50 നോമ്പാണ്. ഞങ്ങളുടെ ക്രിസ്ത്യാനി കുമ്പസാരത്തിന് പ്രത്യേകതയുണ്ട്. പശ്ചാത്താപത്തോടുകൂടി കുമ്പസാരിക്കണം. പശ്ചാത്താപത്തോട് കുമ്പസാരിക്കുമ്പോൾ അത് മേലിൽ ഈ തെറ്റ് ആവർത്തിക്കില്ലെന്നും പറയണം. വല്ലതുണ്ടോ? തെറ്റ് ആവർത്തിക്കല്ലേ. കെ മാണിക്ക് ഇപ്പം സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയായകയുണ്ടോ? അതുകൊണ്ടാണോ ഈ കുടുംബാംഗങ്ങളുടെ ആധിപത്യം വരുന്നത്? ഞാൻ നികേഷിനോട് സത്യം പറയാം. എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അറിയാതെ ഞാൻ സത്യം പറയും. നികേഷിന് ചോദ്യത്തിന് അർത്ഥമുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാനത് പറയുകയില്ല. ഞാൻ കിടന്ന് കളിക്കുന്നതായി താങ്കൾക്ക് തോന്നുന്നില്ലേ? അത് സമൂഹം കാണട്ടെ. ഞാനൊന്നും പറയില്ല, കാണട്ടെ. ജോസ് കെ മാണി ആണ് കെ മാണിയെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. പാർട്ടി ഭരണം മുഴുവൻ ജോസ് കെ മാണിയുടെ കയ്യിലേക്ക് പോയി എന്നുള്ളതല്ലേ കഴിഞ്ഞ ദിവസത്തെ 8 MLA-മാർക്ക് അങ്ങനെ വെറും സ്റ്റൂജാകാൻ കഴിയുമോ? 1-2 എണ്ണമൊക്കെ ഇങ്ങനെ വെറും അടിമകളായേക്കാം. ബാക്കിയുള്ളവരെങ്ങനെ അടിമകളാവും എനിക്ക് വിശ്വാസമില്ല. എത്ര MLA-മാരെ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേരള കോൺഗ്രസ്? ഞാൻ ഒരു MLA-യും പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ വേറെ 5-6 MLA-മാർ പല കക്ഷിയിൽ നിന്നുള്ളവരുണ്ട്. ഞങ്ങൾ 5-6 MLA-മാർ ഒരുമിച്ച് ഒരു സമാന ചിന്താഗതി പോകുന്നവരാണ്. ഞങ്ങൾ ആ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ആരെയും കളിപ്പിക്കേണ്ട അവരുടെ പേരിൽ ലാഭമോ എനിക്ക് ആവശ്യമില്ല. ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് രഹസ്യമായി സമ്മേളിക്കാറുണ്ട്. മൊത്തം രാഷ്ട്രീയം സംസാരിക്കും. UDF-ലെ 5-6 MLA-മാർ സമാന ചിന്താഗതിക്കാരാണ്. PC ജോർജ് ഒരു നീക്കം നടത്തിയാൽ അതിനോടൊപ്പം നിൽക്കുന്നവരാണ്. അതിനുവേണ്ടിയല്ലത്. ഏതെങ്കിലും രാഷ്ട്രീയ നീക്കത്തിനോ ആരെങ്കിലും മോശമാക്കാനോ അല്ല. രാഷ്ട്രീയ രംഗത്തെ അപജയം ഇല്ലാതാക്കാൻ വേണ്ടി ഒരു കൂട്ടായ്മയാണ്. അതാരൊക്കെയാണ് അങ്ങനെ ഒരു അപജയം ഇല്ലാതാക്കാൻ വേണ്ടി ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്? കേരളം സ്വാഗതം ചെയ്യും. അത് സ്വാഗതം ചെയ്യേണ്ട അവസരം ഉണ്ടാകുമ്പോൾ സ്വാഗതം ചെയ്യിക്കും. ഞങ്ങളിപ്പോൾ ശ്രമിക്കുക UDF-നകത്തെ ഈ പുഴുക്കുത്തുകളെയൊക്കെ മാറ്റിയെടുത്ത് പുഴുക്കുത്തുകളില്ലാത്ത സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുമോ ഞങ്ങൾ നോക്കുക. ഈ 5-6 MLA-മാരിൽ കേരള കോൺഗ്രസ് MLA-മാരുണ്ടോ? ആ ചോദ്യത്തിനൊന്നും ഉത്തരം അറിയിക്കുന്നില്ല. ഞാൻ പറയാമെന്ന് പറഞ്ഞു. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ KM മാണി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നേരിട്ട് കണ്ട് PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്നും UDF ഉന്നതാധികാര സമിതി അംഗത്വത്തിൽ നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ടിട്ട് താങ്കളെ നീക്കുന്നില്ല. ഒന്ന്, സെക്യുലർ പാർട്ടി പുനരുജ്ജീവിപ്പിക്കുന്ന താങ്കൾക്ക് എങ്ങനെയാണ് MLA ആയി തുടരാൻ കഴിയുക? കൂറുമാറ്റ നിരോധന നിയമപ്രകാരം താങ്കൾ അയോഗ്യനാണ്. അല്ല, ജാരി പറഞ്ഞു അയോഗ്യനാന്ന്. ഈ വിപ്പ് തരുന്ന മാണി സാറിൻ്റെ വിപ്പ് മുഴുവൻ സ്വീകരിക്കില്ലേ? പിന്നെ
അതല്ലേ സ്നേഹമായിട്ട് പോയേക്കാന്ന് പറഞ്ഞു. ജീവിപ്പ് സാധനം എന്നെ വേണേൽ മാനസാർ അതൊരു തന്ത്രപരമായ ഒത്തുതീർപ്പാണ്. ആ ഒത്തുതീർപ്പിന് മാനസാർ തയ്യാറാണ്. ആകണം, അല്ലാതെ പറ്റിയല്ല. ഇല്ലെങ്കിൽ ആക്കും, ആ നിലയിലേക്ക് പോകും. അത് വേണ്ട എന്നാണ് എൻ്റെ ചിന്ത. ഇത് ഉമ്മൻചാണ്ടിയോടും രമേശ് ചെന്നിത്തലയോടും കുഞ്ഞാലിക്കുട്ടിയോടും താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വളരെ വിനയവസരം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി പോകാനുള്ള അനുവാദം തരണം. ഞാൻ എൻ്റെ പാർട്ടി എന്ന് പറയുന്നത് പഴയ കേരള സെക്കുലർ ആയിരിക്കും. പക്ഷേ എൻ്റെ നീക്കം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ്. അതിനകത്ത് ഇവിടുത്തെ പാവപ്പെട്ട പട്ടികജാതിക്കാരനും DHRM, VSDP അതുപോലെ ഒത്തിരി സംഘടന ഉണ്ട്. അതായത് 36 സംഘടനയാണ്. അതായത് ഞാൻ ഒന്നുകൂടി അത് ആവർത്തിച്ചോട്ടെ. അതായത് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് താങ്കൾ വിട്ടുവന്ന് കേരള കോൺഗ്രസ് സെക്യുലർ രൂപീകരിക്കുകയാണ് വീണ്ടും. അങ്ങനെയാണെങ്കിൽ തന്നെയും KM മാണിയുടെ വിപ്പ് അംഗീകരിക്കും. അതിന് താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. കാരണം അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അയോഗ്യനാകുന്ന പ്രശ്നമില്ല. ഇതിന് KM മാണി വഴങ്ങുമോ? വഴങ്ങണം, അതാണ് പ്രശ്നം. വഴങ്ങണം. അല്ല, ഇന്ന് കുറെ ചർച്ചകൾ നടന്നല്ലോ. KM മാണിയുടെ മൂഡ് എന്താണെന്ന് താങ്കൾക്ക് അറിയാവുന്നതല്ലോ. മുഖ്യമന്ത്രിയും നേതാക്കന്മാർ, UDF നേതാക്കന്മാരും തീരുമാനിക്കണം, ഞാനല്ല. അല്ലല്ല, അതിനകത്ത് വളരെ KM മാണിയോട് അനീതിയാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ ചെയ്യുന്നത്. KM മാണി ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്, ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നീക്കണം, ഉന്നതാധികാര സമിതി നീക്കണം. എന്നിട്ട് അത് നീക്കുന്നില്ല എന്ന് മാത്രമല്ല, താങ്കളുടെ ആവശ്യമായ ഞാൻ അഴിമതി വിരുദ്ധ സമരം നയിക്കാൻ പോവുകയാണ്, കേരള കോൺഗ്രസ് സെക്യുലർ എന്ന പാർട്ടി ഉണ്ടാക്കി എന്നെ അയോഗ്യനാക്കാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ അംഗീകരിച്ച് പോകാൻ KM മാണി എന്താ അവിടെ ബന്ദിയാണോ UDF? KM മാണിക്ക് വിവരമുണ്ടെങ്കിൽ അദ്ദേഹം അതൊക്കെ സമ്മതിക്കും. എന്തൊരു വിവരം വേണം അതിന്? അദ്ദേഹത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ അദ്ദേഹം സുഖമായി പോകാൻ നല്ലതാണ്. ഭീഷണിയാണ്. ഭീഷണിയല്ല, സ്നേഹം. ഒരപ്പൻ്റെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഞാൻ ശരി ഒരു ഉപാധി വെക്കാം. PC ജോർജ് മേലിൽ KM മാണിയെ ഉപദ്രവിക്കാൻ പാടില്ല. ഈ പറയുന്ന ബിജു രമേശ് ഉന്നയിച്ച ബാർ കോഴ ആക്ഷേപമുണ്ടല്ലോ, അതൊന്നുമില്ല എന്ന് KM മാണി പറയുന്നത് കേട്ട് അതേപോലെ PC ജോർജും പറയണം. അതല്ലാതെ അതിൻ്റെ തെളിവ് ശേഖരിക്കാൻ പോകുന്ന പണിയൊന്നും PC ജോർജ് എടുക്കരുത്. ഇനി അതൊക്കെ വേറെ കാര്യം. അതൊക്കെ തീരുമാനം പറയട്ടെ. അല്ല, ഇതിനകത്ത് UDF തീരുമാനം വന്നു കഴിയുമ്പോഴാണ് എൻ്റെ തീരുമാനം ബാക്കി. ഞാനിപ്പോൾ പൂർണ്ണമായും എനിക്ക് ഒരു കളങ്കം ഇല്ലാതെ പറയാൻ കഴിയും. എൻ്റെ മനസാക്ഷി നീതിബോധത്തോട് പറയുന്നു, പൂർണ്ണമായ തീരുമാനം ഞാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിക്കും കുഞ്ഞാലിക്കുട്ടി സാഹിബിനും നമ്മുടെ രമേശ് ചെന്നിത്തലയും ഈ 3 നേതാക്കന്മാരും കൂടെ എടുക്കുന്ന ഏത് തീരുമാനവും ഞാൻ UDF യോഗം എപ്പോഴാണ്? എന്താ ഇത്ര ധൃതി? ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഏപ്രിൽ 5-ാം തീയതി 6-ാം തീയതി ആകുമ്പോഴത്തേനും നമുക്ക് ഇരിക്കാമല്ലോ, ഇനി സമയമുണ്ടല്ലോ. PC ജോർജ് KM മാണിക്കെതിരെ നടത്തുന്ന ഒരു പ്രവർത്തനം ഉണ്ടല്ലോ, ആ പ്രവർത്തനം സ്റ്റേറ്റ് കാറിൽ വേണ്ട. അത് ഞാൻ സ്റ്റേറ്റ് കാറിൽ 15 കാർ എനിക്കില്ല, പിന്നെ എന്നാ അതും വലിയ പ്രശ്നമാണോ? എന്നതാ നികേഷ്, ഒരു കാറാണോ വലുത്? ഒരു പ്രശ്നം. കാറും 10-25 സ്റ്റാഫിനെയും വെച്ച് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ അത് ഈ മാണി സാറിൻ്റെ പറഞ്ഞ് വെച്ച് സ്റ്റാഫുണ്ടല്ലോ അതിനകത്ത്. മാണി എളിഭ്യനായി പോയോ? ഇല്ലെന്നേ, അങ്ങനെ വെളുപ്പിനാക്കാനൊന്നും PC ജോർജിനെ കിട്ടുകയില്ല. അദ്ദേഹം ഇപ്പോൾ ഇത്ര 82 വയസ്സുണ്ട്, ഇനി അങ്ങനെ മോശമാക്കാനൊന്നും ഞാനില്ല. ഇപ്പോൾ മാണിക്ക് വലിയൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു. കാരണം ഞാൻ കൊടുത്ത കത്തിന്മേൽ അടിയന്തര നടപടിയില്ലാത്തൊരു സാഹചര്യമാണ് KM മാണി ഇപ്പോൾ മുന്നിൽ കാണുന്നത്. അതിന് പകരം മാണിക്കൊരു ഗിഫ്റ്റ് കൊടുക്കാമല്ലോ, കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുക. കാരണം ഇനിയിപ്പോൾ ഒരു 10-12 ദിവസങ്ങൾക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടണം. ആ കുറ്റപത്രം ഇല്ലാത്ത രീതിയിൽ മാണിയെ സംരക്ഷിച്ച് വിട്ടു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. മാണി സാർ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാനുള്ള രേഖകൾ അവിടെ കിട്ടിയിട്ടില്ല എന്നല്ല ഇപ്പോൾ ഞാൻ അറിയുന്നത്. അങ്ങനെയാണ്, എനിക്കറിയില്ല, അതൊക്കെ അന്വേഷിക്കുക. ഈ വിഷയത്തിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കപ്പെടാനിടയുണ്ടോ? ഞാൻ എങ്ങനെ പറയും? ഞാൻ ഹോം മിനിസ്റ്ററായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ ഈ കാര്യം കൂടെ അവരോടായിട്ട് സംസാരിക്കാനാണ്. ഇനി അഥവാ കുറ്റപത്രം സമർപ്പിക്കപ്പെടുകയാണെങ്കിൽ, ജോസഫ് ഗ്രൂപ്പുമായിട്ട് നിരന്തരം സംസാരിക്കുന്ന ആളാണല്ലോ PC ജോർജ്. നമ്മളും അത്യാവശ്യം അവരുടെ നേതാക്കളുമായിട്ടൊക്കെ ടെലിഫോണിൽ ബന്ധപ്പെടുന്നുള്ളതാണ്. അവർ പറയുന്നത് കുറ്റപത്രം സമർപ്പിക്കപ്പെടുകയാണെങ്കിൽ KM മാണി പാർട്ടി ചെയർമാൻ സ്ഥാനത്തു നിന്നും മന്ത്രി സ്ഥാനത്തു നിന്നും രാജിവെക്കണമെന്ന് ഞങ്ങൾ പരസ്യമായി ആവശ്യപ്പെടും എന്നാണ്. അപ്പോൾ കുറ്റപത്രം എങ്ങനെയെങ്കിലും സമർപ്പിച്ച് കിട്ടുക എന്നുള്ളത് ജോർജിൻ്റെ ഇപ്പോഴത്തെ ഒരു ആവശ്യമായിരിക്കുമല്ലോ? അല്ല, എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം കുറ്റപത്രമല്ല, മാണി സാർ മോചിതനായി വരിക എന്നുള്ളതാണ്. നേരത്തെ KM മാണിയുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസാരിച്ചു തുടങ്ങിയിരുന്നു എന്നൊരു കാര്യം വെളിപ്പെടുത്തിയല്ലോ PC ജോർജ്. ജോസഫ് വിഭാഗവുമായി ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ വരിക, അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ്. അത് ഈ പറയുന്ന കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ടായാൽ സംഭവിക്കാനിടയില്ലേ? ഈ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന നിമിഷം വരെ അങ്ങനെ ഏതെങ്കിലും ചർച്ച ജോസഫ് ഗ്രൂപ്പിൻ്റെ ആളുകൾ നടത്തുക എനിക്കറിയില്ല. ജോസഫ് ഇപ്പോൾ LDF പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയല്ലേ? ഏയ് ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നു.
അദ്ദേഹം അങ്ങനെയുണ്ട്. എനിക്കറിയില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് വളരെ സ്നേഹമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഈ നിമിഷം വരെ അങ്ങനെയുള്ള കമൻറ്റുകളൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. നിയമസഭയിലെ ഇപ്പോഴത്തെ കക്ഷിനില എന്താണ്? ഇപ്പോഴത്തെ കക്ഷിയിൽ 66 പ്രതിപക്ഷം, ഗണേശനടക്കം. അതെ, 73 ഭരണകക്ഷി. താങ്കൾ അടക്കമാണ് 73. അതെ അതെ അതെ. താങ്കൾ പറയുന്നത് താങ്കളുടെ കയ്യിൽ 6 MLA-മാരുണ്ട് എന്നാണ്. അല്ല, എൻ്റെ കയ്യിലല്ല. എന്നേക്കാൾ വ്യക്തിത്വവും എന്നേക്കാൾ കഴിവും പ്രഗത്ഭ്യവും തെളിയിച്ചവരാണ് എന്നോട് പോലെ, അല്ലാതെ എൻ്റെ കൂടെയല്ല. ഞങ്ങൾ ഒരുമിച്ചാണ്. ഈ 6 പേർ ഒരു ഘട്ടം വന്ന മന്ത്രിസഭ വലിച്ചിടണമെന്ന് തോന്നുകയാണെങ്കിൽ അതിനോടൊപ്പം നിൽക്കുമോ? ഞങ്ങൾ ആയിരം കാര്യം ചിന്തിച്ചിട്ട് പോലും ചിന്തിക്കാത്ത കാര്യം എങ്ങനെ പറയൂ അഭിപ്രായം? അതായത് UDF-ലെ അഴിമതി, അതിന് നിങ്ങൾക്ക് ആകുന്ന വിധത്തിൽ എങ്ങനെ പ്രതിരോധം സൃഷ്ടിക്കാമെന്നുള്ളതായിരിക്കും നിങ്ങൾ. തീർച്ചയായിട്ടും അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങൾ ആ സമയം കഴിഞ്ഞ നിയമസഭയിൽ നിങ്ങൾ അനൗപചാരിക സംസാരമൊക്കെ നടത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? നമ്മളൊന്നും കാണുന്നില്ലല്ലോ. അത് കാണിക്കുകയല്ലോ, അത് വേറെ. അത് എവിടെ വെച്ചാണ് ഇത്തരം ചർച്ചകളൊക്കെ സാധാരണ? ഞങ്ങൾ പലയിടത്തും വെച്ച് സംസാരിക്കാറുണ്ട്. എല്ലാവരും ഇങ്ങനെ 6 പേര് ഒന്നിച്ചിരുന്ന് തന്നെ സംസാരിക്കാറുണ്ട്. അതിൽ ജോർജിൻ്റെ നേതൃത്വമുണ്ടോ എന്നുള്ളതാണ്. ഇല്ല, ഞങ്ങൾ എല്ലാവരും നേതാക്കന്മാർ. അതിനകത്ത് എനിക്ക് പ്രത്യേക നേതൃത്വമില്ല. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനകത്ത് ഏറ്റവും സീനിയർ ആരാണ്, MLA സ്ഥാനം കൊണ്ട് സീനിയർ ആരാന്ന് വെച്ചാൽ ഞാനാണെന്ന് തോന്നുന്നു. എന്നെ ഏറ്റവും കൂടുതൽ MLA സ്ഥാനം വർഷം ഇരുന്ന് ഞാനാണ്, അത് സത്യം. പക്ഷെ അങ്ങനെയാണ്. ഇപ്പം ഈ ക്യാബിനിൽ എത്ര പേരുണ്ട്? എന്നെയൊക്കെ ജൂനിയേഴ്സിലെ മുഴുവൻ. ഞാനല്ലോ മന്ത്രി. ഉമ്മൻചാണ്ടിയും മാണി സാറും ഒക്കെ അതിനൊക്കെ സീനിയറാണ്. ഈ 6 MLA-മാരുടെ ഒരു അത് നികേഷ് എന്ത് തിരിച്ചിട്ട് മറിച്ചിട്ട് ചോദിച്ചാലും അതൊരു സമ്മർദ്ദ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്ന ഫോറമല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞല്ലോ. ഈ കാര്യം ഉമ്മൻചാണ്ടിക്ക് അറിയോ? അറിയാതിരിക്കേണ്ട കാര്യം. അദ്ദേഹം മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അങ്ങനെ ഒന്നും അറിയാത്ത മനുഷ്യനാണ്. അദ്ദേഹം അറിയാവുന്ന ഈ രാജ്യത്ത് ഒരു ഈച്ച പോലും പറക്കല. ഉമ്മൻചാണ്ടി അങ്ങനെ ചെറുതുമല്ല, നിങ്ങളാരും ഉദ്ദേശിക്കേണ്ട. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയില്ല, പുള്ളിക്ക് അദ്ദേഹത്തിന് അറിയാതിരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാൾക്കൊരു അപകടം വന്നു എന്ന് വിചാരിക്കുക. PC ജോർജിനൊരു അപകടം വന്നു. പൂഞ്ഞാറ്റിൽ PC ജോർജിനെ കേരള കോൺഗ്രസ് M-ൽ നിന്ന് പുറത്താക്കുന്നില്ല. അതിന് പകരം KM മാണി താങ്കളെ അയോഗ്യനാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ 6 പേരും താങ്കളോടൊപ്പം നിൽക്കുമോ? എൻ്റെ ഒരു വിചാരം, ഞങ്ങൾ ഒന്നിച്ചിരിക്കാൻ കഴിയുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഒരു വിചാരം, ഞങ്ങളുടെ ഒരു സംസാരത്തിൽ ഞങ്ങളുടെ തീരുമാനം അങ്ങനെ. ഞങ്ങൾ ഒന്നിച്ച് പോകണം. നമുക്കതിനകത്ത് രാഷ്ട്രീയത്തിനപ്പുറത്ത് മനസ്സാക്ഷി വേണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ 73 അംഗങ്ങളിൽ ഇനിയിപ്പോൾ അരുവിക്കര വളരെ പ്രധാനപ്പെട്ടതാണല്ലേ? അരുവിക്കര ഒരു സംശയം വേണ്ട. ഞങ്ങൾ ഈ 6 പേരുണ്ടെന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി ജയിച്ചിരിക്കും. ഇപ്പോൾ UDF ജയിക്കണം എന്നാണ് ഞങ്ങളുടെ തീരുമാനം. നിങ്ങളാണോ ഇപ്പോൾ UDF-ലെ സമ്മർദ്ദ ശക്തി? അതായത് നിങ്ങൾ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയാണോ? അല്ല, KPCC തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പിന്തുണയ്ക്കും. KPCC നിർത്തുന്ന സ്ഥാനാർത്ഥിയെ നിങ്ങൾ പിന്തുണക്കണോ എന്നുള്ള ആലോചിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പിന്തുണക്കുകയാണെങ്കിൽ ആ സ്ഥാനാർത്ഥി ജയിച്ചിരിക്കും. അരുവിക്കരയിൽ ഇപ്പോൾ കോൺഗ്രസ് മുൻനിർത്തുന്ന സ്ഥാനാർത്ഥി MT സുലേഖയാണെങ്കിൽ നിങ്ങളുടെ പിന്തുണ അവർക്കുണ്ടാകും? സുലേഖയാണെങ്കിലും പിന്തുണ കൊടുക്കും. സുലേഖ നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സുലേഖയെ ആദ്യം മുൻനിർത്തി. അപ്പോൾ മോഹൻകുമാർ എന്ന DCC പ്രസിഡന്റ് അതിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചു. അപ്പോൾ സുലേഖ നിൽക്കാതിരിക്കുകയാണെങ്കിൽ മോഹൻകുമാറിനെയാണ് സ്വാഭാവികമായും UDF-നെ നിർത്താവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി. പ്രശ്നം എന്താണെന്നറിയോ? G. കാർത്തികേയൻ്റെ കുടുംബത്തെ അപഹസിച്ച മോഹൻകുമാറിന് അവിടെ ഒരു സ്പേസ് കുറവാണ്. അതെ, അവിടെ ഒരു നാടാർ സ്ഥാനാർത്ഥി വരുന്നതായിരിക്കും നമുക്ക് ഗുണകരം. എല്ലാ മണ്ഡലങ്ങളിൽ നാടാർ സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റുമോ? അത് നായർ കാൻഡിഡേറ്റിനുള്ള. പക്ഷേ അവിടുത്തെ 60% വോട്ട് നാടാർ സമൂഹത്തിൻ്റെ ആണ്. G. കാർത്തികേയനെ കൈ കൊണ്ടുനടന്ന് അവരാ. അറിയാവോ? ബെസ്റ്റ് കാൻഡിഡേറ്റ് MT സുലേഖയല്ലേ എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, സുലേഖ മോശം എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ തെറ്റിദ്ധരിച്ചേക്കരുത്. അവർ ഈ കാർത്തികേയൻ അതിനെതിരായിരുന്നു. കാർത്തികേയൻ്റെ ഒരു പൊളിറ്റിക്സിൽ കാർത്തികേയൻ എപ്പോഴും കരുണാകരൻ്റെ കുടുംബാധിപത്യത്തിന് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചയാളാണ്. ഇതൊക്കെ കണ്ടു വളർന്ന സുലേഖയാണ്. സുലേഖ പോലും സുലേഖ കാർത്തികേയൻ്റെ കുടുംബമായി മാറിയ വലിയ ദുഃഖകരമായ ഒത്തിരി സത്യങ്ങളുണ്ട് കുടുംബത്തിൽ. സുലേഖ അതുകൊണ്ടാണ് നിൽക്കുന്നില്ല എന്ന് പറയുന്നത്. നെയ്യാറ്റിൻകരയിലേക്ക് നമ്മളൊന്ന് തിരിച്ചു പോയാൽ അവിടെ ശെൽവരാജിനെ പിടിച്ചുകൊണ്ടുവന്നത് PC ജോർജ് ആണല്ലോ. എത്ര കൊടുത്തു PC ജോർജ്? ഇനിയെങ്കിലും അതൊക്കെ പറയുന്നതാണ് ഒരു സത്യസന്ധനായ രാഷ്ട്രീയക്കാരൻ. ഒന്നും കൊടുത്തെന്നൊക്കെ പറഞ്ഞ ശരിയല്ലേ? പിന്നെ എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഇതേ G. കാർത്തികേയൻ്റെ അടുത്താണ് നിങ്ങൾ രാവിലെ 5 മണിക്ക് പോയി കാണുന്നത്. അതെ, ഞാൻ പോയില്ല. പക്ഷെ പറഞ്ഞു വിട്ടത് ഫോണിൽ പറഞ്ഞോളൂ. കാർത്തികേയൻ പോയി ഞടങ്ങിപ്പോയി. അറിയില്ല. തലേ ദിവസമാണ് രാത്രി വിളിച്ചു പറയുന്നത്. കാർത്തികേയൻ ഞാൻ കാണുമെന്നാണ് പറഞ്ഞത്, അല്ലാതെ ഇന്നയാൾ കാണുമെന്ന് ഞാൻ പറഞ്ഞില്ല. രാവിലെ കാണണം. ഉണ്ട് പുള്ളി ഉണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടി ചെയ്തത്. എത്ര കൊടുത്തു എന്നെങ്കിലും പറ. ഒന്നും കൊടുത്തില്ല.
സാധാരണ ഇതിൽ എത്ര ഇതിൻ്റെ റേറ്റ് എത്രയാ? എനിക്കറിയത്തില്ല, എൻ്റെ ആയിട്ട് കാശുമില്ല കൊടുക്കാൻ. ഉമ്മൻചാണ്ടി അതിനകത്ത് കൈയഴിഞ്ഞ് സഹായിച്ചില്ലേ? ഉമ്മൻചാണ്ടി ഒന്നും അതിനകത്ത് ഒരു പൈസ ഉമ്മൻചാണ്ടി മുടക്കിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അവിടെ ഞാൻ അറിയണ്ടായി സെലവൻ ആ കാര്യം നോക്കുമ്പോൾ എന്നെ നന്ദി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ PC ജോർജ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തന്നെ നിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എൻ്റെ പക്ഷേ ഈ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ UDF വിട്ടുപോകാനുള്ള ഒരു കാര്യവും ഞാൻ കാണുന്നില്ല. ഒരു കാര്യമാണ്, ഇത് പോക്ക് ശരിയല്ലേ, നമസ്കാരം, ഞാൻ പോവുകയാണേ എന്ന് പറയും. ഒരു കള്ളത്തരം കാണിക്കുകയില്ല. ഈ പൂഞ്ഞാറ്റിൽ അടുത്ത പ്രാവശ്യം PC ജോർജ് മത്സരിച്ചാൽ കോൺഗ്രസ്സുകാർ വലിക്കില്ലേ? ആര് വലിച്ചാലും എനിക്ക് വിരോധമില്ലല്ലോ. ഇത് ഇവിടെ ആന്റണിയൊക്കെ ഇങ്ങനെ വോട്ട് ഇങ്ങനെ റെഡിയാക്കി നിൽക്കല്ലേ PC ജോർജിനെതിരെ കുത്താൻ വേണ്ടി. PC ജോർജിനെതിരെ ആരെ കൊണ്ട് അവിടെ മത്സരിപ്പിച്ചാലും LDFന് ജയിക്കാൻ കഴിയും എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. നമുക്ക് നേരിട്ട് അറിയില്ലല്ലോ. നമുക്ക് നോക്കാം. എന്നെ നികേഷേ ധൈര്യമായിട്ടിരുന്നു. ഞാൻ ഏത് മുന്നണിയുടെ സ്ഥാനാർത്ഥി അവിടെ നിന്നാലും കഴിഞ്ഞ തവണ 15,800 ഇത്തവണ 20,000 മുകളിലായിരിക്കും എഴുതിയിട്ടും. ഏത് മുന്നണിയിലാണെങ്കിലും LDFിലാണെങ്കിലും എനിക്ക് ഒരു 30,000 വോട്ട് മുകളിൽ ഭൂരിപക്ഷം വരും. UDFിലാണെങ്കിൽ എൻ്റെ കണക്കനുസരിച്ച് 20,000 അടുത്ത് ഭൂരിപക്ഷം കിട്ടും. LDFുമായിട്ടും പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു അവസ്ഥ വന്നാൽ നമുക്ക് പറയാൻ അതൊന്നും എന്നെ കിട്ടുകയില്ല. ഞാൻ LDFോട് ചർച്ച ചെയ്യുന്നത് ഞാൻ പറയും, ചർച്ച ചെയ്യുകയാണെന്ന് പറയും. എനിക്കെന്നെ ഞാൻ പേടിക്കുന്നവനല്ലെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നത്? എനിക്ക് UDF വേണ്ട. ഒരു കഥ കേട്ടു, പിന്നെ പിണറായി വിജയനോ അല്ലെ കോടിയേരി ബാലകൃഷ്ണനോ അല്ലെ CPMലെ ആരോ PC ജോർജിനോട് പറഞ്ഞു LDFിലേക്ക് വരണമെങ്കിൽ കേരള കോൺഗ്രസ് സ്ക ഗ്രൂപ്പിൽ ചേർന്ന് വരണം. ഏതാ സ്കറിയ തോമസിന്റെ ആളാരാ? എനിക്കറിയത്തില്ല. കറിയ പണണ. എനിക്ക് ചിരി വരുന്നുണ്ട്. എന്താണെന്നറിയാമോ, ഈ കറിയ തോമസ് എന്ന് പറയുന്നത് കഴിഞ്ഞ എന്തിനാ അയാൾ ഇടതുപക്ഷ കേരള കോൺഗ്രസ് ആകുന്നത്? ഇങ്ങനെ അയാളെ കോട്ടയത്ത് 5 സ്റ്റാർ ഹോട്ടലിൽ രാത്രി സമയത്ത് കമ്മിറ്റി വിളിച്ചു കൂട്ടി ജോസ് കെ മണി അവിടെ പോയി സംബന്ധിച്ചു. മനസ്സിലായി? വോട്ട് മുഴുവൻ അത് PC തോമസ് ഉന്നയിച്ച ആരോപണമാണ്. ഞാൻ പറയുന്നു ഉത്തരവാദിത്തത്തോടുകൂടി. മനസ്സിലായി? PC തോമസ് എന്താ ഉന്നയിക്കേണ്ട കാര്യം? അപ്പോൾ ജോസ് കെ മാണി അവിടെ ജയിപ്പിക്കുക എന്നുള്ളത് ഇടതുമുന്നണിയുടെ ഒരു ലക്ഷ്യമായിരുന്നു. അപ്പം അതൊക്കെ CPMനകത്ത് ചർച്ച ചെയ്യപ്പെടും, യാതൊരു സംശയവും വേണ്ട. പക്ഷേ അതിന് സത്യമൊന്നും പിണറായി വിജയൻ അറിഞ്ഞിട്ട് കാണുകയില്ല. അറിഞ്ഞാലൊന്നും അത് ഒന്നും പറഞ്ഞു പോയിക്കൂടാ. PC ജോർജിന് വേദനിക്കുകയാണ്. എനിക്ക് വേദനിക്കേണ്ട കാര്യം തന്നെ. പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ വൃത്തിയോട് കൂട്ടി നിൽക്കുന്നു ഞാൻ കരുതുന്നില്ല. ഒരു പാർട്ടിയുടെ ആളല്ലേ PC ജോർജ്. അത് അന്ന് അതൊക്കെ വേറെ കാര്യം തന്നെ. എനിക്ക് അന്നത്തെ അങ്ങനെ തോന്നി, ഇപ്പം ഇങ്ങനെ തോന്നി. ഇത്ര തന്നെ നിയമസഭക്കകത്തുള്ള അടിയിൽ PC ജോർജിനെ കണ്ടില്ല. സാധാരണഗതിയിൽ മുഴുവൻ നിയമസഭാംഗങ്ങളെയും UDF നിയമസഭാംഗങ്ങളെയും കോർഡിനേറ്റ് ചെയ്യേണ്ട ചുമതല PC ജോർജിനാണ്. PC ജോർജ് ഒന്നുകിൽ അടി പേടിച്ച് അവിടെ നിന്നില്ല, അല്ലെങ്കിൽ തന്ത്രപരമായി മാറി. ഞാൻ ചീഫ് വിപ്പ്, എൻ്റെ ജോലി എന്നതാ ബഡ്ജറ്റ് അവതരിപ്പിക്കുക. അത് ഞങ്ങളുടെ കടമയാണ്, ബാധ്യത, ഭരണഘടന ബാധ്യത. ആ നിയമസഭയുടെ വാതക്കെന്ന് മാണിസന്നെ കയ്യെ പിടിച്ച് നോക്കിയോ, ചാനലിൽ നോക്കിയോ, കയ്യെ പിടിച്ച് കൊണ്ടുവന്ന് സീറ്റിൽ ബാലകൃഷ്ണൻ മന്ത്രിയുടെ സീറ്റ് അതാണ് അലോട്ട് ചെയ്ത് അവിടെ കൊണ്ട് നിർത്തിയത് ഞാനാണ്. അത് കഴിഞ്ഞ് സ്പീക്കർ കഴിഞ്ഞ് സ്പീക്കർ ഇങ്ങനെ കൈ കാണിച്ച്, മാണിസാറെ സ്പീക്കർ കൈ കാണിച്ചു, ബഡ്ജറ്റ് വായിച്ചു തുടങ്ങുമെന്ന് പറഞ്ഞത് ഞാനാണ്. പുള്ളി വായിച്ചു തുടങ്ങി, ഞാനിങ്ങോട്ട് മാറി. സ്പീക്കർ കൈ കാണിക്കുന്നതൊക്കെ കാണാനുള്ള ഒരു കാഴ്ചശക്തി PC ജോർജിന് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാമല്ലോ, അവിടെ ഞാൻ നോക്കി നിൽക്കില്ലേ. ഈ തന്ത്രങ്ങളൊക്കെ ആരാവിഷ്കരിച്ചത്? മാണിസാറിന് 2 കണ്ണട, ലേപ്പൽ മൈക്ക്. ഇതിനിടയ്ക്ക് ബിജിമോള് പറയുന്നത് കേട്ടു, ഇനി എനിക്ക് ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ, ലേപ്പൽ മൈക്ക് വെച്ച് നിയമസഭയ്ക്കകത്ത് പോകണം. അങ്ങനെയാണ് പിന്നെ സ്പീക്കറുടെ ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് പോയി ഇഷ്ടമുള്ള സീറ്റിലിരിക്കാം, ഇഷ്ടമുള്ള സമയത്ത് എഴുന്നേറ്റ് വർത്താനം പറയാം. സ്പീക്കർ മൈക്ക് കെട്ടിയൊന്നുമില്ല. ഇതെന്ത് നിയമസഭയാണ്? അതെല്ലാം നമ്മുടെ മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും KC ജോസഫും ഇവിടെ അറേഞ്ച് ചെയ്തതല്ല. കുഞ്ഞാലിക്കുട്ടിയുണ്ട് ആ കൂട്ടത്തിൽ. അത് നടന്ന എല്ലാത്തിൻ്റെയും ചുക്കാൻ പിടിച്ചതും നിയന്ത്രണമെല്ലാം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കയ്യിലായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ അറേഞ്ച്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ KC ജോസഫാണ് എല്ലാത്തിൻ്റെ ഒരു കാരണവരായി ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് സമയാസമയങ്ങളിൽ എപ്പോഴും ഇടപെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ എല്ലാം അത് ഒറ്റക്കെട്ടായിരുന്നു. പക്ഷേ ഈ ഡയസ് ഇവർ വല്ലാത്ത രീതിയിൽ അങ്ങനെ പ്രതീക്ഷിച്ചില്ലത്. ഡയസ് ഇത്രയും വൃത്തി കാണിക്കുന്നത് പ്രതീക്ഷയില്ലായിരുന്നു. ഒരു അല്പം കൂടി പ്രതിരോധിച്ചിരുന്നെങ്കിൽ, സ്പീക്കർക്ക് കടക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അത് ശക്തനല്ല, അവൻ ശക്തൻ ആകുമ്പോൾ ശക്തമായി തിരിച്ചു വരുന്നത്, അതൊന്നും പ്രശ്നമില്ല. പോലീസല്ലേ 10-20 നിൽക്കുന്നത്, പിന്നെ അത് യഥാർത്ഥത്തിലെല്ലാം പോലീസുകാർ തന്നെയായിരുന്നു. പോലീസായിരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ഇത് കുത്താഞ്ഞത്? പേരൊന്നും കുത്തിയിട്ടില്ലല്ലോ പലരുടെ. അത് പേര് കുത്താത്ത എന്താണെന്ന് വെച്ചാൽ, പേര് കുത്താൻ സാധനമൊന്നും കൈ കൊണ്ടുവന്ന് കാണുകയില്ലേ, ഓടി വന്നതല്ലേ.
ഒന്നെങ്കിൽ അതാവാം, ഇല്ലെങ്കിൽ പേര് ഈ ചുമ്മാ ഈ MLA-മാരാരെങ്കിലും പേര് പറഞ്ഞാൽ പിന്നെ അവിടെ വരും നടപടിയുടെ പ്രശ്നം. അത്യാവശ്യം കൊട്ടേഷൻ സംഘങ്ങളെ ആരെങ്കിലും ഞാൻ ചുമ്മാ പറയുന്നത്, വൃത്തിയോട് പറഞ്ഞത്, ഒന്നുമില്ലെന്ന്. ഒരു കൊട്ടേഷൻ പോലീസ് തന്നെ KPയും ആംഡ് പോലീസല്ലായിരുന്നു അവരാ. പെണ്ണുങ്ങളെ നിർത്തിയിട്ടാണല്ലോ ഇത് പ്രതിരോധിക്കാൻ. അത് അവരുടെ ഒരു ബുദ്ധിയായിരുന്നു ഇടതുപക്ഷത്തിന്. അത് പൊളിഞ്ഞു പോയി. മാണി സാറ് പുറകോട്ട് സീറ്റ് മാറ്റിയപ്പോഴത്തേന് പൊളിഞ്ഞു പോയില്ല. ഇവർ രാവിലെ 5:30 ആയപ്പോൾ തന്നെ അവർ പെണ്ണുങ്ങൾ അവിടെ പോയി ഇരുന്നു. 5:30 ആയപ്പോഴേ ഇരിപ്പ് തുടങ്ങി. അപ്പോൾ നമുക്ക് മനസ്സിലായി, അപ്പോഴേ സീറ്റ് പുറകോട്ടാക്കി. രാവിലെയാണ് ഇത് ആക്കിയത്. ഓക്കെ, രാവിലെ ഒരു 8:10 കഴിഞ്ഞാണ് നോട്ടിഫൈ ചെയ്തത് അങ്ങോട്ട്. ഈ നോട്ടിഫൈ ചെയ്ത് അത് പ്രതിപക്ഷത്തിനെയും നിയമസഭാംഗങ്ങളെ മുഴുവൻ അറിയിക്കണം. അത് നോട്ടിഫൈ ചെയ്ത് കൊണ്ട് ചേറയിൽ ഇടണം. പക്ഷേ ഇടുന്നതിനിപ്പോൾ അടി 8:30 തുടങ്ങണ്ടേ, അല്ല 9 തുടങ്ങണ്ടേ. അപ്പോൾ 8:50 കയറി അടി തുടങ്ങിയില്ലോ, അടിയും വഴക്കുമായി. അതുകൊണ്ട് ഇത് ആര് കയറി കൊടുക്കും ഇത് നോട്ടിഫിക്കേഷൻ? മാണിയെ തൊടാതിരിക്കാനുള്ള ഇവരൊരു കാരണം പറയുന്നുണ്ട്. മാണിയെ തൊട്ടിരുന്ന മാണി കുഴഞ്ഞു വീഴുമായിരുന്നു എന്ന്. മാണി കുഴഞ്ഞു വീണമെന്ന് നേരത്തെ നിങ്ങൾ തീരുമാനിച്ചിരുന്നോ? ആരെങ്കിലും പോയി തൊടാൻ? ഞാനുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഞാനുമായിട്ട് ചർച്ച ചെയ്യാത്ത കാര്യം, ചർച്ച ചെയ്യാത്ത കാര്യം എങ്ങനെ ഞാൻ പറയും? എനിക്ക് അറിയില്ല. വളരെ നന്ദി.